ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് പ്രൊഫഷണലി വെറുതെ മോണോക്രോം ഒക്കെ ഇട്ട് നമ്മൾ ചുമ്മാ കൊടുക്കുന്ന പോലെ അല്ലാണ്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്ത് എങ്ങനെ പ്രൊഫഷണലായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ചെയ്യാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ലൈറ്റ് റൂം, PicsArt രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു സിനിമാറ്റിക് ലുക്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PicsArt, Lightroom രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ PicsArtലാണ് ചെയ്യാൻ പോകുന്നത്. PicsArtൽ നമ്മൾ ആദ്യത്തെ സംഭവങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ ആഡ് ഫോട്ടോ കൊടുത്തു, ഓൾ ഫോട്ടോസ് എടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്ലെയിൻ ബ്ലാക്ക് ഇമേജ് എടുക്കുക. നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഇനിഷ്യലായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 5:4 ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ഏതാണോ ഫോട്ടോ, ആ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ഫോട്ടോ കൊടുത്തിട്ട് എന്നിട്ട് PicsArtൻ്റെ ഇൻ്റർഫേസ് ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അത് കൃത്യമായി കൊണ്ടുവെക്കുക. ഇനി നമുക്ക് ഇറേസ് ചെയ്യണം. ഇറേസ് ചെയ്യുമ്പോൾ ഇറേസ് ബട്ടൺ ഞെക്കുക. ബാക്ക്ഗ്രൗണ്ട് ഫേസ് അതൊന്നും കൊടുക്കേണ്ട, മാനുവലി തന്നെ നമ്മൾ ഇറേസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇറേസ് ബട്ടൺ എടുത്ത് വേണ്ട ഭാഗങ്ങളെല്ലാം, വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമ്മൾ ഇറേസ് ചെയ്യുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ബ്ലാക്ക് ആക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പാർട്സ് അത് ഒരു സ്ഥലവും വിടാണ്ട് വളരെ കൃത്യമായിട്ട് സമയമെടുത്ത്, കഴിഞ്ഞ് നമ്മൾ ബ്ലർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബൊക്കെ എഫക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് സമയമെടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഫുൾ, അതായത് നമ്മുടെ സബ്ജക്റ്റ് ഇല്ലാത്ത എല്ലാം നമ്മൾ ബ്ലാക്ക് ആക്കി എടുക്കണം. അതുപോലെ മുഴുവൻ ഫോട്ടോയിലും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടുകയാണ്, കുറച്ച് സ്പീഡാക്കി വിടുകയാണ്, അല്ലാതെ തന്നെ വീഡിയോ ലെങ്തി ആണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിനാരുകളൊക്കെ വരും, അതായത് ഈ മുടിയിഴകളൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ ഒപ്പാസിറ്റി കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇറേസർ ബട്ടണിൽ നിൽക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും. അതിൽ ഒപ്പാസിറ്റി കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ മുടിയുടെ ഇടയിലുള്ള ഭാഗങ്ങളിൽ കൂടെ ചെയ്യുക. കാരണം ഫുള്ള് 100% ഒപ്പാസിറ്റി കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കടുത്ത കളറായിപ്പോൾ അത് ഭയങ്കര വൃത്തികേടാവും. ഇത് കഴിയുമ്പോഴത്തേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് ചെയ്യുക. ഈ മുടിനാരകൾ, അതായത് ഇടയിൽ കൂടി ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കളയാൻ പറ്റാത്ത ബാക്ക്ഗ്രൗണ്ട് സ്ഥലത്ത് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഇറേസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം, സൈസൊക്കെ കുറച്ചിട്ട് നമുക്ക് ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ട് ചെയ്യാം. പക്ഷേ അത്രയും നമ്മൾ മെനക്കിടുന്നില്ല. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് ഒപ്പാസിറ്റി കുറച്ചാലും മതിയാവും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ മുടിയുടെ കുറച്ച് ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ കളയാണ്. ഇതേപോലെ തന്നെ ബാക്കി റബ്ബ് ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ PicsArtലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്കായി നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ചെയ്യില്ല. ലൈറ്റ് നമുക്ക് ഇതിൻ്റെ പെയ്ഡ് വേർഷനിൻ്റെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹാക്ഡ് വേർഷൻ, മോഡ് APK ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് എടുക്കുക, ആഡ് ഫോട്ടോ കൊടുക്കുക, റീസൻസിലുണ്ടാവും. നമ്മളിപ്പോൾ ചെയ്ത ആ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഓൾ ഫോട്ടോസ് എടുക്കുന്നു. എന്നിട്ട് വീണ്ടും ആ പിക്ക് തന്നെ സെലക്ട് ചെയ്യും. ബേസിക് ഒരു ട്യൂണിങ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ വേണ്ട, നമുക്ക് മാനുവലി തന്നെ ചെയ്യാം. അപ്പോൾ ഇച്ചിരി ഒരു ഡാർക്ക് ഇതാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ എക്സ്പോഷർ ഒരു ഇത്തിരി കുറച്ചു, കോൺട്രാസ്റ്റ് ഒരു ഇത്തിരി കൂട്ടി, അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഒരു ഇത്തിരി കുറയ്ക്കണം. നമുക്ക് വൈറ്റ്സ് കൂട്ടാം. ഹൈലൈറ്റ്സ് നമ്മൾ നല്ലോണം കുറയ്ക്കുകയാണ്. ഷാഡോസ് നമുക്കൊരു ഒരു പൊട്ടിക്കൊരു 3 ഒക്കെ കൊടുക്കാം, ഒരു +3 തന്നെ കൊടുക്കാം. വൈറ്റ് നമ്മൾ കൂട്ടുകയാണ്. വൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ കൂട്ടി. ബ്ലാക്ക് നമ്മൾ നല്ലോണം കുറച്ചു. അടുത്ത കളറാണ്. കളറിൻ്റെ അകത്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രസക്തിയില്ല. ഇനി ക്ലാരിറ്റി നമ്മളൊരു 7 ഒരു ഇത്തിരി കൂട്ടി. അതുപോലെ തന്നെ വിനേറ്റ് ഒരു പൊട്ടിക്കൊരു -7. വിനേറ്റ് ഇടുകയാണെങ്കിൽ മിഡ് പോയിൻറ്റ് ഫെദർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഹാർഡ്നെസ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ കളർ നോയ്സ് റിഡക്ഷൻ, അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷനൊക്കെ നമ്മൾ കൊടുക്കുക. ഗ്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ക്രോമാറ്റിക് അബ്രേഷൻ, എഡ്ജസ് ഫില്ലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ ബേസിക് ട്യൂണിങ് കഴിഞ്ഞാൽ പിന്നിലത്തെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഇനിയാണ് നമ്മുടെ സംഭവം വരുന്നത്. ഇനി സെലക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇത് പെയ്ഡ് ആപ്പിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ മോഡ് APKയിലുണ്ട്. അതിന് മുമ്പേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെറുതെ മോണോക്രോം കൊടുക്കരുത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രീസെറ്റ്സിൽ BW3 എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇച്ചിരി കോൺട്രാസ്റ്റ് കൂടിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് നമുക്ക് പിക്കിന് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു +121 ആണ് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു സാധാ മോണോക്രോമിൽ നമുക്കൊരു പ്രൊഫഷണൽ ലുക്കിലോട്ട് മാറ്റണം. അതിന് നമ്മൾ സെലക്റ്റീവ് എടുത്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഗ്രേഡിയൻ്റ് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാതെ ബ്രഷ് കൊടുക്കാതെ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫെയ്ഡഡ് രീതിയിൽ നമ്മൾ എഡിറ്റ്സ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സ്പോഷർ എടുത്ത് എക്സ്പോഷർ ഇച്ചിരി കുറച്ചു, ഹൈലൈറ്റ്സ് കുറച്ചു, ഷാഡോസ് ഇച്ചിരി കുറച്ചു, അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് വേണ്ട രീതിയിൽ അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബാക്കി ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ ഗ്രേഡിയൻ്റ് കൊടുക്കുക. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരേണ്ടത്, നമുക്ക് ലൈറ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഒരു ഫോട്ടോയുടെ ജീവൻ എന്ന് പറയുന്ന ലൈറ്റ് അല്ലേ, അപ്പോൾ അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. താഴെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് കുറച്ച് ചെയ്യണം. അവിടെ നമ്മൾ കൊടുക്കുകയാണ് ഓരോ തവണ ഗ്രേഡിയൻ്റ് ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്യേണ്ട, ഗ്രേഡിയൻ്റ് തന്നെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. കാരണം ആ ഒരു ഫെയ്ഡഡ് രീതിയിൽ എഡിറ്റ്സ് വരണമെങ്കിൽ ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യണം. എങ്ങനെ ഇതേപോലെ കയറി പോവുകയാണെങ്കിൽ ജസ്റ്റ് ബാക്ക് അടിക്കുക, അണ്ടു അടിക്കുക, അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ആ സെലക്റ്റീവ് മാത്രം അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എന്നിട്ട് ഒന്നുകൂടെ ചെയ്ത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ സെലക്റ്റീവ് ഓപ്ഷനും അതുപോലെ തന്നെ റിമൂവലും ഒക്കെ പെയ്ഡ് ആപ്പിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേഡിയൻ്റ് കൊടുത്തു. വിനേറ്റ് കൊടുക്കാണ്ട് ഗ്രേഡിയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫെയ്ഡഡ് ആ ഒരു എന്താ പറയുക ഒരു അസ്തറ്റിക് ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സെലക്റ്റീവ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി സെലക്റ്റീവിൽ തന്നെ നമ്മുടെ കണ്ണാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സോ സെലക്റ്റീവിൽ തന്നെ ഗ്രേഡിയൻ്റ് വരെ ഫസ്റ്റ് ഓപ്ഷൻ ബ്രഷ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇതിലെ കണ്ണാണ് നിറച്ച് നിൽക്കുന്നത്. അപ്പോൾ കണ്ണ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാം, കണ്ണിന് കുറച്ച് ക്ലാരിറ്റി കിട്ടും. അതിന് കണ്ണൊന്ന് സൂം ചെയ്തിട്ട് കണ്ണിൻ്റെ മേലെ പതിയൊന്ന് സെലക്റ്റീവിൽ ബ്രഷ് എടുത്ത് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് ക്ലാരിറ്റി അതിൻ്റെ കൂട്ടുകയാണ്. ക്ലാരിറ്റി അത്യാവശ്യം നല്ലോണം തന്നെ കൊടുത്തിട്ടുണ്ട്. +66 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ആ പിക്കിൻ്റെ ടോട്ടൽ ലുക്ക് ആൻഡ് ഫീൽ തന്നെ മാറിയിട്ടുണ്ട്. സാധാരണ നമ്മൾ വെറുതെ മോണോക്രോം ചെയ്യുന്നതിന് വരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസ്തറ്റിക് ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പിക്ക് നമുക്ക് കിട്ടും. ജസ്റ്റ് സേവ് ചെയ്യുക. ഇപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ട്.